നിങ്ങളുടെ മനസ്സ് തകർച്ചയുടെ വക്കിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ഇതുവരെ നേരിട്ടതിനെല്ലാം നിങ്ങൾ കീഴടങ്ങുമോ? അതോ തകർച്ചയുടെ അതേ നിമിഷത്തിൽ നിങ്ങളുടെ ശക്തിയെ നിങ്ങൾ കണ്ടെത്തുമോ? ഇതൊരു സാധാരണ പെപ്ടോക്കല്ല, ഇതൊരു സിസ്റ്റം ഓവർറൈഡാണ്. കാരണം ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നിങ്ങളുടെ തലച്ചോറിനെ അടിമുടി മാറ്റിയെഴുതും. സമ്മർദ്ദത്തിന് മുന്നിൽ നിങ്ങൾ വിറങ്ങലിച്ചു നിൽക്കുന്നത് അവസാനിക്കും. ശാന്തതയ്ക്കും സമാധാനത്തിനും വേണ്ടി യാചിക്കുന്നത് നിങ്ങൾ നിർത്തും. പകരം പ്രശ്നങ്ങളുടെ നടുവിലും ഒരു തന്ത്രജ്ഞനെ പോലെ പ്രവർത്തിക്കാൻ നിങ്ങൾ തുടങ്ങും. ഇത് വെറും വികാരങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചല്ല. വികാരപരമായ തകർച്ചകളിൽ നിന്ന് ഇത് നിങ്ങളെ പൂർണ്ണമായി ഇമ്മ്യൂണാക്കും. നിങ്ങൾ ഈ അതിര് കടന്നു കഴിഞ്ഞാൽ പഴയ ജീവിതത്തിലേക്കൊരു തിരിച്ചുപോക്കില്ല. നിങ്ങൾ തന്നെ ആ കൊടുങ്കാട്ടായി മാറും. ഈ വീഡിയോ ഒരു മോട്ടിവേഷനുമല്ല, ഇത് 3 ഘട്ടങ്ങളായി തിരിച്ചിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ വാർഫെയർ ആണ്. ആദ്യ ഭാഗത്ത് നിങ്ങളുടെ മനസ്സ് തകരുന്നതിന് തൊട്ടു മുമ്പുള്ള ആ നിർണായക നിമിഷത്തിൽ ഉപയോഗിക്കേണ്ട ഒരു ബ്രെയിൻ ഹാക്ക് നമ്മൾ പഠിക്കും. രണ്ടാം ഭാഗം വൈകാരികമായി തകർക്കാൻ പറ്റാത്ത ഒരാളായി മാറുന്നതിന് നിങ്ങൾ നൽകേണ്ടി വരുന്ന വിലയെക്കുറിച്ചും ഈ ശക്തിയുടെ മറുവശത്തെക്കുറിച്ചും പറയും. മൂന്നാം ഭാഗത്തിൽ നിങ്ങളുടെ മനുഷ്യത്വം നഷ്ടപ്പെടാതെ എങ്ങനെ ഈ ശക്തിയെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് നമ്മൾ കാണിക്കും. നിങ്ങൾക്ക് മുന്നറിയിപ്പ് ഓൾറെഡി നൽകിക്കഴിഞ്ഞു. അവസാനം വരെ കാണുക, അല്ലെങ്കിൽ കാണാതിരിക്കുക. നമുക്ക് തുടങ്ങാം. 1. ദ ബ്രെയിൻ ഹാക്ക് ഫോർ ഓവർകമ്മിങ് കൊളാപ്സ്. കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് അണ്ടർ ഫയർ. നിങ്ങൾ തകരുന്നതിന് തൊട്ടു മുമ്പൊരു നിമിഷമുണ്ട്. അവിടെ നിങ്ങളുടെ മനസ്സൊന്നുകിൽ തകർന്നടിയുകയോ അല്ലെങ്കിൽ തകർച്ചയുടെ നടുവിൽ സ്വയം പുനർനിർമ്മിക്കുകയോ ചെയ്യും. ആ നിമിഷത്തിന് വേണ്ടിയാണ് ഈ ബ്രെയിൻ ഹാക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിനെ കോഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് അണ്ടർ ഫയർ എന്ന് വിളിക്കുന്നു. ഇതൊരു സാധാരണ പോസിറ്റീവായി ചിന്തിക്കൂ എന്ന മോട്ടിവേഷനല്ല. എല്ലാം തകരുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിനെ ഒരു ആയുധമാക്കുന്നതിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. മിക്ക ആളുകളും വേദന അനുഭവിക്കുമ്പോൾ അവർ അതിനെ ഉൾക്കൊള്ളുന്നു. എന്നാൽ റീഫ്രെയിമിംഗിൽ പരിശീലനം ലഭിച്ച ഒരു മനസ്സ് വേദനയെ തത്സമയം ശക്തിയാക്കി മാറ്റുന്നു. എന്തുകൊണ്ടാണ് ഇത് എനിക്ക് സംഭവിച്ചതെന്നല്ല, ഇത് എന്നിലെ ഏത് ഭാഗത്തെയാണ് ശക്തിപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുക. ഇതെന്നെ തകർത്തുവെന്നല്ല, ഇത് ഞാൻ ആരാണെന്ന് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തിയെന്ന് പറയുക. എനിക്കിത് സഹിക്കാൻ കഴിയില്ല എന്നല്ല, ഇത് കാരണം ഞാൻ എന്തായി മാറുമെന്ന് നോക്കാം. ഇതൊരു മാജിക് പോലെ പ്രവർത്തിക്കും. നിങ്ങളുടെ തലച്ചോറ് ലോകത്തോട് പ്രതികരിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ അതിനെക്കുറിച്ച് പറയുന്ന കഥയോടാണ് പ്രതികരിക്കുന്നത്. കഥ മാറ്റുക, ഫലം മാറും. അനുഭവത്തെ റീഫ്രെയിം ചെയ്യുക, അപ്പോൾ വേദന ലക്ഷ്യബോധമായി മാറും. ഇതാണ് അസാധാരണമായ ശക്തിയുടെ അടിസ്ഥാനം. നിങ്ങൾ താഴോട്ട് പോകുന്നത് നിർത്തും, ഇര പോലെ അഭിനയിക്കുന്നത് നിർത്തും, ജീവിതം എളുപ്പമാക്കാൻ യാചിക്കുന്നത് നിർത്തും. പകരം നിങ്ങളെ തകർക്കാൻ പ്രയാസമുള്ള ഒരാളായി മാറാൻ നിങ്ങൾ ആവശ്യപ്പെടും. യുദ്ധം നിങ്ങൾ അതിനെ എന്ത് ചെയ്യുന്നു എന്നതിനെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. ഈ ബ്രെയിൻ ഹാക്ക് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന 5 കാര്യങ്ങൾ. മെന്റൽ ഫോർട്ടിറ്റ്യൂഡ് ആൻഡ് ഇൻഫ്ലുവൻസ്, എ ട്രെയിനിങ് റെജിമൻ. നിങ്ങൾ ജീവിതത്തോട് പ്രതികരിക്കുകയല്ല, മറിച്ച് അതിനായി ഒരുങ്ങുകയാണ്. ഈ രീതി നിങ്ങളുടെ മനസ്സിൽ ഒരു സൈക്കോളജിക്കൽ പ്രീ റെസ്പോൺസ് ലൈബ്രറി ഉണ്ടാക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥ സ്ട്രെസ് വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിൽ മുൻപേ അനുഭവിച്ചറിഞ്ഞ ഒരു സാഹചര്യമായിരിക്കും. സാങ്കല്പികമായ അനുഭവങ്ങളെയും യഥാർത്ഥാനുഭവങ്ങളെയും പൂർണ്ണമായി വേർതിരിച്ചറിയാൻ തലച്ചോറിന് കഴിയില്ല. ശാന്തമായ അവസ്ഥയിൽ ഉയർന്ന സമ്മർദ്ദമുള്ള സംഭവങ്ങൾ മനസ്സിൽ കാണുന്നത് ന്യൂറോളജിക്കൽ ഫെമിലിയാരിറ്റി ഉണ്ടാക്കുന്നു. ഈ പരിചയം ഷോക്ക്, പരിഭ്രാന്തി, മടി എന്നിവ കുറയ്ക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വീട്ടിന്റെ സുരക്ഷിതത്വത്തിൽ ശാന്തമായിരിക്കുന്ന സമയത്ത് മുൻപേ നേരിട്ട അല്ലെങ്കിൽ ഭാവിയിൽ നേരിടാൻ സാധ്യതയുള്ള, നിങ്ങളെ വൈകാരികമായ ദുർബലാവസ്ഥയിൽ എത്തിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം തിരഞ്ഞെടുക്കുക. അതൊരു പരസ്യമായ പരാജയമാകാം, നിങ്ങൾ ആരാധിക്കുന്ന ഒരാളിൽ നിന്നുള്ള തിരസ്കരണമാകാം, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളിൽ നിന്നുള്ള ചതിയാകാം. എന്നിട്ട് നിങ്ങളുടെ ഏറ്റവും ശക്തിമത്തായ രൂപത്തിലേക്ക് പ്രവേശിക്കുക. ആ നിമിഷത്തെ അഭിമുഖീകരിക്കുന്ന അവരെ മനസ്സിൽ കാണുക. അവരുടെ ബോഡി ലാംഗ്വേജ് എന്താണ്? അവരുടെ ഉള്ളിലെ സംഭാഷണം എന്താണ്? അവർ ഏത് വികാരത്തെയാണ് അനുവദിക്കുന്നത്? അവർ എന്തിനെയാണ് ഒഴിവാക്കുന്നത്? ഇത് ദിവസം 3 തവണ വീതം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഇമോഷണൽ ഇമ്മ്യൂൺ സിസ്റ്റത്തെയാണ് പരിശീലിപ്പിക്കുന്നത്. അതുകൊണ്ട് വേദന വരുമ്പോൾ നിങ്ങൾ തകരുകയില്ല, പകരം മറിച്ച് കൂടുതൽ സജീവമാകും. നമ്മൾ യുദ്ധത്തിന് തയ്യാറെടുക്കുകയല്ല, യുദ്ധം സംഭവിക്കുന്നതിന് മുൻപേ നമ്മൾ ശക്തനാകുകയാണ്. ദ പവർ ഓഫ് കൺട്രോൾഡ് റെസ്പോൺസ്. നിങ്ങൾ ട്രിഗർ ചെയ്യപ്പെടുന്ന ഒരു നിമിഷം നിങ്ങൾ പോസ് ചെയ്യുന്നു, ഒന്നും പറയുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഇത് നിങ്ങൾ പഠിക്കുന്നതുകൊണ്ടാണ്. തൽക്ഷണ പ്രതികരണത്തിന് പകരം ഡിലേഡ് ഡോമിനേഷൻ തിരഞ്ഞെടുക്കുന്നതുകൊണ്ടാണ്. ഈ പരിശീലനം നിങ്ങളുടെ പെരുമാറ്റത്തെ ലിംബിക് സിസ്റ്റത്തിൽ നിന്ന് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിലേക്ക് മാറ്റുന്നു. ദിവസവും 3 ചെറിയ സന്ദർഭങ്ങൾ തിരഞ്ഞെടുക്കുക. ഒരാൾ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു, ഒരു സഹപ്രവർത്തകൻ അപമാനിക്കുന്നു, നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളെ നിരാശപ്പെടുത്തുന്നു. ആ നിമിഷങ്ങളിൽ ഒരു ഭാവമാറ്റവും വേണ്ട, നിശബ്ദമായ ഒരു അവബോധം മാത്രം. മണിക്കൂറുകൾക്ക് ശേഷം ശാന്തമായി ചിന്തിച്ച് പ്രതികരിക്കുക. ഇത് ഇമോഷണൽ ഇൻവിസിബിലിറ്റി, സൈക്കോളജിക്കൽ ഇന്റിമിഡേഷൻ വളർത്തുന്നു. നിങ്ങൾ അൺപ്രഡിക്റ്റബിൾ ആയ ഒരാളായി മാറുന്നു. ദ സ്ട്രെങ്ത് ഓഫ് വേർഡ്സ് ആൻഡ് റിപ്പിറ്റേഷൻ. വാക്കുകൾ കേവലം അഫർമേഷൻസ് അല്ല, അവ കമാൻഡുകളാണ്. സമ്മർദ്ദത്തിൽ നിങ്ങളുടെ പ്രധാന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയാണ്. ആവർത്തനം വിശ്വാസത്തെ ഉറപ്പിക്കുന്നു. സമ്മർദ്ദത്തിൽ നിങ്ങളൊരു വാചകം ആവർത്തിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോർ ആ വാചകത്തെ അതിജീവനവുമായി ബന്ധിപ്പിക്കുന്നു. ക്രമേണ ആ വാചകം പരിഭ്രാന്തിക്കല്ല, ശക്തിക്കൊരു ട്രിഗറായി മാറുന്നു. ഒരു വാചകം തിരഞ്ഞെടുക്കുക. നിങ്ങൾ ക്ഷീണിതനായിരിക്കുമ്പോൾ, ഉത്കണ്ഠാകുലനായിരിക്കുമ്പോൾ, അപമാനിക്കപ്പെടുമ്പോൾ, തിരസ്കരിക്കപ്പെടുമ്പോൾ അത് പറയുക. ഒരു വികാരവും എന്നെ നിയന്ത്രിക്കുന്നില്ല. വേദന എന്നെ മൂർച്ച കൂട്ടുന്നു. ഞാൻ പ്രതികരിക്കുകയല്ല, ഞാൻ എന്നെ തന്നെ മാറ്റി എഴുതുകയാണ്.
കാലക്രമേണ ആ വാചകം ഒരു ഇൻസ്റ്റിങ്ക്റ്റായി മാറും. അപ്രതീക്ഷിത പ്രതികരണം വേഷം മറിച്ചെത്തുന്ന ഒരു ഇമോഷണൽ പ്രശ്നമാണ്. വികാരങ്ങൾ കെട്ടടങ്ങുന്നതുവരെ കാത്തിരിക്കാൻ നിങ്ങളുടെ തലച്ചോറിനെ നിർബന്ധിച്ച് സ്ട്രാറ്റജിക് ഡിലേ നിങ്ങളുടെ തീരുമാനമെടുക്കുന്ന രീതിയെ മാറ്റിയെഴുതുന്നു. 24 മണിക്കൂർ കാത്തിരിക്കുന്നത് നിങ്ങളുടെ തലച്ചോറിന് ശാന്തമാകാൻ സമയം നൽകുന്നു. അതിനാൽ നിങ്ങളുടെ തീരുമാനം വികാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, സ്ട്രാറ്റജി അടിസ്ഥാനമാക്കിയുള്ളതാണ്. ദേഷ്യം വരുന്ന ഒരു ടെക്സ്റ്റ് അയക്കാനോ, ഭയം കാരണം ഒരു കാര്യം ഉപേക്ഷിക്കാനോ, പ്രലോഭനത്തിന് വഴങ്ങാനോ തോന്നുമ്പോഴെല്ലാം നിങ്ങൾ പ്രവർത്തിക്കരുത്. അത് രേഖപ്പെടുത്തുക. വൈകാരികമായ മൂടൽമഞ്ഞ് മാറാൻ സമയം അനുവദിക്കുക. ഇത് ടൈം ഡോമിനേഷൻ, ഇംപൾസ് കൺട്രോൾ വളർത്തുന്നു. ഇമോഷണൽ ഫാസ്റ്റിംഗ് എന്നത് നിങ്ങൾ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു വികാരം തിരഞ്ഞെടുക്കുക, എന്നിട്ട് അതിനെ ഇല്ലാതാക്കുക. അമിതമായി ആസ്വദിക്കുന്ന വികാരങ്ങൾ ഇമോഷണൽ പാരസൈറ്റുകളായി മാറുന്നു. ഫാസ്റ്റിംഗ് വഴി നിങ്ങൾ അഡിക്ഷൻ വെളിപ്പെടുത്തുന്നു. ഇമോഷണൽ സോവറിനിറ്റി നിങ്ങൾ തിരിച്ചുപിടിക്കുന്നു. നിങ്ങൾ നിയന്ത്രിക്കുന്ന ഒന്നിനെ തിരഞ്ഞെടുക്കുക. കുറ്റബോധം, അരക്ഷിതത്വം, ദേഷ്യം, അംഗീകാരത്തിനായുള്ള ആഗ്രഹം. 7 ദിവസത്തേക്ക് ഇവയെല്ലാം ഉപേക്ഷിക്കുക. അത് ഉയർന്നു വരുമ്പോൾ അതിനെ നിരീക്ഷിക്കുക, അതിനെ നിഷേധിക്കുക. അതിനനുസരിച്ച് പ്രവർത്തിക്കരുത്. അതെന്ത് പറയുന്നു എന്നൊരു ജേണലിൽ രേഖപ്പെടുത്തുക. എന്നിട്ട് അതിന് വിപരീതമായി ചെയ്യുക. 7-ാം ദിവസം നിങ്ങൾ മനസ്സിലാക്കും, അത് നിങ്ങളുടെ ശക്തിയെ ഭക്ഷിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അതിന്റെ മേൽ ആധിപത്യമുണ്ട്. ബുദ്ധിയെ മൂർച്ച കൂട്ടാനും മെച്ചപ്പെടുത്താനും തണുത്തതും കാര്യക്ഷമവുമായ ഒന്നായി റീപ്രോഗ്രാം ചെയ്യാൻ കഴിയും. മാനിപ്പുലേഷനെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണയെ അടിമുടി മാറ്റിയെഴുതി നിശബ്ദമായ ആധിപത്യത്തിന്റെ ഒരു ആയുധമാക്കി മാറ്റാനും കഴിയും. നിങ്ങളുടെ മനസ്സിനെ ക്രമീകരിക്കുമ്പോൾ പ്രശ്നങ്ങളിൽ പോലും അചഞ്ചലമായ മാനസിക നിയന്ത്രണം നേടാൻ സഹായിക്കുന്ന മൈൻഡ് ഫോർട്രസ് ടെക്നിക് പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തും. സംഭാഷണങ്ങളെയും കാഴ്ചപ്പാടുകളെയും ആളുകളെയും നിയന്ത്രിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകും. ന്യൂറോ എസെൻഷ്യലിസം എന്ന പോലുള്ള തത്വങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കും. വൈകാരികമായി പ്രതികരിക്കാനും യുക്തിക്ക് വേണ്ടി യാചിക്കാനും അവർ നിങ്ങളെ പഠിപ്പിച്ചു. പക്ഷേ അതിപ്പോൾ അവസാനിക്കുന്നു. അപകടകരമാം വിധം ബുദ്ധിശാലിയാകാനുള്ള സമയമാണിത്. കണ്ടീഷനിങ് ഫോർ മെന്റൽ വാർഫെയർ. ഇതൊരു മാനസിക പോരാട്ടത്തിനുള്ള കണ്ടീഷനിംഗ് ആണ്. ഓരോ പരിശീലനവും സമ്മർദ്ദത്തിൽ ഒരു പുതിയ വ്യക്തിത്വം രൂപപ്പെടുത്താൻ സഹായിക്കുന്നു. വൈകാരിക സുരക്ഷയ്ക്ക് വേണ്ടി യാചിക്കാതെ പ്രശ്നങ്ങൾക്കിടയിലും വ്യക്തത വളർത്തുന്ന ഒരു വ്യക്തിത്വം. നിങ്ങൾ കൊടുങ്കാറ്റുകളെ അതിജീവിക്കാൻ പരിശീലിക്കുകയല്ല, അവയെ സൃഷ്ടിക്കാനും മറ്റുള്ളവയിലൂടെ കാറ്റുപോലെ നടക്കാനും നിങ്ങൾ പരിശീലിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിലെ സിംഹാസനം നിങ്ങൾ തിരിച്ചുപിടിക്കുകയാണ്. കാരണം അസാധാരണമായ ശക്തി വരുന്നത് കുറവ് വികാരങ്ങൾ ഉള്ളതുകൊണ്ടല്ല, നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളെ ഏറ്റെടുത്ത് അതിനെ ഒരു ആയുധമാക്കുമ്പോഴാണ്. നമ്പർ 2, ദ കോസ്റ്റ് ഓഫ് പവർ, വീക്ക്നെസ് ആൻഡ് ദ ലോസ് ഓഫ് മെമ്മറി. അമിതമായ പ്രതിരോധശേഷിയുടെ ആദ്യത്തെ ഇര ബലഹീനതയല്ല, ഓർമ്മയാണ്. നിങ്ങൾ എത്രത്തോളം ശക്തനാകുന്നുവോ അത്രത്തോളം നിങ്ങളുടെ പഴയ വേദനയെ മറന്നുകളയാൻ എളുപ്പമാകും. ദുർബലനായി ജീവിച്ചിരുന്ന അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങൾ മറക്കുന്നു. ആ മറവി സഹാനുഭൂതിയിലും നേതൃത്വത്തിലും ബന്ധങ്ങളിലും ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ടാക്കുന്നു. നിങ്ങൾ മറ്റുള്ളവരുമായി റിലേറ്റ് ചെയ്യുന്നത് നിർത്തുന്നു. നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ തുടങ്ങുന്നു. ആളുകൾ തകരുന്നത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് അവർക്ക് എഴുന്നേൽക്കാൻ കഴിയാത്തത്? പക്ഷേ ഇഴഞ്ഞു നീങ്ങിയ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങൾ മറന്നുപോയി. നിങ്ങൾ അത് വളരെ കാലം മറന്നുപോയാൽ നിങ്ങളെ ഒരിക്കൽ നശിപ്പിച്ച അതേ കാര്യമായി നിങ്ങൾ മാറും. പക്ഷേ ഈ തവണ നിങ്ങളുടെ മുഖമായിരിക്കും അതിന്. നമ്പർ 3, ദ ട്രാപ്സ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് ഐസൊലേഷൻ. നിങ്ങൾ ഒരിക്കലും ബലഹീനത കാണിക്കാത്തപ്പോൾ ആളുകൾ നിങ്ങളോട് സത്യം പറയുന്നത് നിർത്തുന്നു. അവർ നിങ്ങളെ അനുസരിക്കാനും ഭയക്കാനും തുടങ്ങുന്നു. നിങ്ങൾ ശക്തിയുടെ ഒരു പ്രൊജക്ഷൻ സ്ക്രീനായി മാറുന്നു, ഒരു വ്യക്തിയല്ലാതാവുന്നു. ഇത് ആദ്യം നല്ലതായി തോന്നാം, എന്നാൽ കാലക്രമേണ ആ നിയന്ത്രണം ആധികാരികമായ ഫീഡ്ബാക്കിൽ നിന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്താൻ തുടങ്ങും. ആരും നിങ്ങളെ ചോദ്യം ചെയ്യില്ല, ആരും നിങ്ങൾ കേൾക്കേണ്ട കാര്യങ്ങൾ പറയില്ല. നിങ്ങൾ അൺടച്ചബിൾ ആകും. അവസാനം പഠിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലാകും. നിങ്ങൾ എത്രത്തോളം കഠിനമാകുന്നുവോ അത്രത്തോളം നിങ്ങൾ സ്വയം സംരക്ഷിക്കുന്നു. വേദനയിൽ നിന്ന് മാത്രമല്ല, കണക്ഷനിൽ നിന്നും. ആളുകളെ അടുപ്പിക്കുന്നത് നിങ്ങൾ നിർത്തുന്നു. നിങ്ങൾ എല്ലായ്പ്പോഴും ശക്തനാകുന്നു. എന്നാൽ വിള്ളലുകളില്ലാത്ത ശക്തി ഒരു മതിലാണ്. ഒരു മതിൽ അപകടങ്ങളെ പുറത്തു നിർത്തുക മാത്രമല്ല ചെയ്യുന്നത്, എല്ലാം പുറത്തു നിർത്തുന്നു. സംഭാഷണങ്ങൾ ഉപരിബലവുമായി തോന്നും. അടുക്കം കാര്യക്ഷമമല്ലെന്ന് തോന്നും. ദുർബലത നിങ്ങളുടെ ഐഡന്റിറ്റിക്ക് ഒരു ഭീഷണിയായി തോന്നും. കാലക്രമേണ നിങ്ങൾ നിശബ്ദതയിൽ ചുറ്റപ്പെട്ടത് കാണും. നമ്പർ 4, പ്രിസർവിംഗ് ഹ്യൂമാനിറ്റി, ദ ട്രൂ ഡെഫിനിഷൻ ഓഫ് സ്ട്രെങ്ത്. അവസാനത്തെ യുദ്ധം പുറമേ നിന്നല്ല, ഉള്ളിൽ നിന്നാണ്. നിങ്ങളുടെ മനസ്സിനെ അചഞ്ചലമാക്കാൻ പരിശീലിച്ചു കഴിഞ്ഞാൽ പ്രതികരിക്കുന്നത് നിർത്തി, വിശദീകരിക്കുന്നത് നിർത്തി, ആവശ്യമില്ലാതാക്കിയാൽ നിങ്ങൾ ഭയപ്പെടുത്തുന്ന ഒരിടത്തെത്തും. ഒന്നും നിങ്ങളെ തകർക്കുന്നില്ല, പക്ഷേ ഒന്നും നിങ്ങളെ ചലിപ്പിക്കുന്നുമില്ല. അവിടെയാണ് ഈ ഘട്ടം ആരംഭിക്കുന്നത്. കാരണം യഥാർത്ഥ വൈദഗ്ധ്യം സമ്മർദ്ദത്തെ അതിജീവിക്കുക മാത്രമല്ല, അത് നിങ്ങളുടെ സ്വന്തം ശക്തിയെ അതിജീവിക്കുകയാണ്. അതും നിങ്ങളുടെ മനുഷ്യത്വത്തെ ഇല്ലാതാക്കാൻ അനുവദിക്കാതെയും. ബലഹീനതയെ വെറുക്കുമ്പോൾ ആർക്കും ശക്തനാകാൻ കഴിയും. എന്നാൽ ഇനി ആവശ്യമില്ലാത്തപ്പോഴും മനുഷ്യനായി തുടരുക എന്നത് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. അവിടെയാണ് മഹാനായ വ്യക്തികൾ സാധാരണക്കാരിൽ നിന്ന് വേർതിരിയുന്നത്. ഇമോഷൻസ് ആൻഡ് സെൽഫ് ഡിസ്കവറി. നിങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ അതിജീവിക്കാൻ പരിശീലിച്ചു. വേദനയെ റീഫ്രെയിം ചെയ്തു. പ്രതികരണങ്ങളെ നിശബ്ദമാക്കി. പക്ഷേ വികാരം ശത്രുവല്ല. ഇതാണ് സത്യം. അനിയന്ത്രിതവും അബോധാവസ്ഥയിലുമുള്ള വികാരമാണ് ശത്രു.
വികാരങ്ങൾ വിവരങ്ങൾ വഹിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ലക്ഷ്യം അനുസരിക്കാതെ കേൾക്കുക എന്നതാണ്. വീഴാതെ അനുഭവിക്കുക, ഭയത്തെ സംസാരിക്കാൻ അനുവദിക്കുക, പക്ഷേ ഒരിക്കലും അവയ്ക്ക് നിയന്ത്രണം നൽകരുത്. അവ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച അർത്ഥം മാത്രം മനസ്സിലാക്കുക. എ സീക്രട്ട് സ്പേസ്. നിങ്ങൾക്ക് എല്ലായിടത്തും കഠിനമാകാൻ കഴിയില്ല, എന്നിട്ടും പൂർണ്ണമായും നിലനിൽക്കാനും പ്രതീക്ഷിക്കരുത്. ലോകം നിങ്ങളുടെ സ്ട്രെങ്തിനെ ചോദ്യം ചെയ്യും, പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ വാൾ താഴെ വയ്ക്കാൻ ഒരിടം ആവശ്യമാണ്. അത് നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറാകാം, നിങ്ങൾ മഷിയിൽ രക്തമൊഴുക്കുന്ന ഒരു ജേണലാകാം, മാസ്ക് കഴിച്ചുമാറ്റുന്ന ഒരു ധ്യാനമാകാം. ആ ഇടം പവിത്രമാണ്. അത് ബലഹീനതയല്ല, അതാണ് നിങ്ങളുടെ റിട്ടേൺ പോയിന്റ്. കാരണം എവിടെ സോഫ്റ്റായിരിക്കണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ അത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ മനസ്സ് മറന്നുപോകും. ഒരിക്കൽ മൃദുത്വം നശിച്ചാൽ ആ ശക്തിക്ക് വില നൽകുന്നതെല്ലാം ഇല്ലതാകും. ബിവെയർ ദ ട്രാപ്സ് ഓഫ് പവർ. ഇതാണ് ഏറ്റവും സൂക്ഷ്മമായ കെണി. മാനിപ്പുലേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ശക്തനാകുന്നു, എന്നിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ നിശബ്ദനാകുന്നു, എന്നിട്ട് നിശബ്ദതയെ ഒരായുധമായി ഉപയോഗിക്കാൻ തുടങ്ങുന്നു. വേദന ഒഴിവാക്കാൻ നിങ്ങൾ അച്ചടക്കമുള്ളവനാകുന്നു, എന്നിട്ട് ആ വേദന മറ്റുള്ളവർക്ക് നൽകാൻ തുടങ്ങുന്നു. ഇതാണ് അപകടം. നിങ്ങൾ അതിജീവിക്കേണ്ടിയിരുന്ന കാര്യമായി നിങ്ങൾ മാറുന്നു, എന്നാൽ ഇപ്പോൾ അതിന് നിങ്ങളുടെ മുഖമാണ്. ഇപ്പോൾ അത് നിങ്ങളുടെ ശബ്ദത്തിൽ സംസാരിക്കുന്നു. ഇപ്പോൾ അത് സ്വയം സെൽഫ് ഗ്രോത്ത് എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് സ്വയം പരിശോധിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഇപ്പോൾ ഞാൻ ആരെയാണ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്? ഞാൻ ക്ലാരിറ്റിയാണോ അതോ കംപ്ലയിൻസ് ആണോ ഉണ്ടാക്കുന്നത്? കാരണം നിങ്ങൾക്ക് എല്ലാ ആർഗ്യുമെന്റ്സിലും വിജയിക്കാം, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടാം. ആർക്കും നിങ്ങളെ തടയാൻ കഴിയാത്തപ്പോൾ നിങ്ങൾ സ്വയം തടയണം. യുവർ അൺബ്രേക്കബിൾ കോഡ്. ഇതാണ് നിങ്ങളുടെ തകർക്കാൻ കഴിയാത്ത ആന്തരിക നിയമം. നിങ്ങളുടെ മനസ്സ് വ്യക്തമായിരിക്കുമ്പോൾ നിങ്ങൾ എഴുതുന്ന നിയമങ്ങൾ. അങ്ങനെ നിങ്ങളുടെ ഈഗോ ശബ്ദമുണ്ടാക്കുമ്പോൾ നിങ്ങൾ അവയെ വഞ്ചിക്കുന്നില്ല. അത് വ്യക്തവും ക്രൂരവും വ്യക്തിപരവുമായിരിക്കണം. ഉദാഹരണങ്ങൾ: എന്റെ പഴയ കാര്യങ്ങൾക്ക് ഞാൻ മറ്റുള്ളവരെ ശിക്ഷിക്കുന്നില്ല. ഞാൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്നില്ല, വെളിപ്പെടുത്താൻ വേണ്ടി മാത്രം. എനിക്ക് എമ്പതി നഷ്ടപ്പെട്ടാൽ ഞാൻ ഗെയിം തോറ്റു. ഇതാണ് പ്രശ്നങ്ങളിലെ നിങ്ങളുടെ കോമ്പസ്, നിങ്ങളുടെ ഉള്ളിലെ രാക്ഷസനെ നിയന്ത്രിക്കുന്ന നിങ്ങളുടെ ലീഷ്. ഈ കോഡില്ലാതെ ശക്തി പവറിനോടുള്ള അഡിക്ഷനായി മാറും. ഓഥന്റിക് കണക്ഷൻസ് ആൻഡ് പ്രസൻസ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്ക് എന്നേക്കുമായി ഒറ്റയ്ക്ക് വളരാൻ കഴിയില്ല. കാരണം നിങ്ങൾ എത്ര ശക്തനായാലും മനുഷ്യന്റെ ശ്രദ്ധിക്കപ്പെടാനുള്ള ആവശ്യം മരിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ റെയർ പീപ്പിളിനെ തേടി പോകേണ്ടത്. നിങ്ങളുടെ നിശബ്ദതയെ ഭയപ്പെടാത്ത ആളുകൾ, നിങ്ങൾ പ്രതികരിക്കാത്തപ്പോൾ ഒതുങ്ങിക്കൂടാത്ത ആളുകൾ, നിങ്ങളുടെ ശക്തി കണ്ടിട്ടും ഒരു ഈക്വലായി നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുന്ന ആളുകൾ. ആ ആളുകൾക്ക് നിങ്ങൾ സോഫ്റ്റ് ആകേണ്ട ആവശ്യമില്ല, പക്ഷെ അവർ നിങ്ങളെ അപ്രത്യക്ഷനാകാനും അനുവദിക്കില്ല. അവിടെയാണ് നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ സെന്റർ കണ്ടെത്താൻ കഴിയുക. യഥാർത്ഥവും സത്യസന്ധവുമായ അംഗീകാരത്തിൽ. മനുഷ്യപരമായി ദുർബലനാകേണ്ട ആവശ്യമില്ലാത്ത സത്യസന്ധമായി മനുഷ്യനായിരുന്നാൽ മാത്രം മതിയായ ഒരു കണക്ഷൻ. ദ ട്രൂ ഡെഫിനിഷൻ ഓഫ് സ്ട്രെങ്ത്. നിങ്ങൾക്ക് ലീഡ് ചെയ്യാം, നിങ്ങൾക്ക് ഡോമിനേറ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഏതു റൂമിലേക്കും കടന്നു ചെന്ന് അവിടുത്തെ എനർജി കൺട്രോൾ ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് പ്രസൻസ് നഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതെല്ലാം എന്തിനാണ് ഉണ്ടാക്കിയതെന്ന് മറന്നുപോകും. പ്രസൻസ് വികാരമല്ല, അത് അവബോധമാണ്. അത് ഇവിടെയുള്ള യഥാർത്ഥമായ ഉണർന്നിരിക്കുന്ന നിങ്ങളുടെ ഭാഗം. എന്തിനാണ് നിങ്ങൾ ഈ യാത്ര തുടങ്ങിയതെന്ന് ഓർക്കുന്ന നിങ്ങളുടെ ഭാഗം. പ്രസൻസ് എന്നത് കവചത്തിനുള്ളിലെ പൾസാണ്. അതിനെ ജീവനോടെ നിർത്തുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ആ കവചമായി മാറും. നിങ്ങൾ ശക്തി വളർത്തൂ. ഇപ്പോൾ ആയുധം പോലെ അത് കൊണ്ടുപോകാനുള്ള ഡിസിപ്ലിൻ വളർത്തുക. മാസ്ക് പോലെ ധരിക്കുകയല്ല. ഷാർപ്പായി തുടരുക, കൃത്യതയുള്ളവരായി തുടരുക, അപകടകാരികളായി തുടരുക. പക്ഷേ ഡെലിബറേറ്റ്ലി ഹ്യൂമൻ ആയിരിക്കുന്നത് ഒരിക്കലും നിർത്തരുത്. കാരണം യഥാർത്ഥ ശക്തി എന്നത് സമ്മർദ്ദത്തിൽ കൂളായിരിക്കുക എന്നതല്ല, ഇഷ്ടാനുസരണം വാമായിരിക്കുകയും എന്നിട്ട് തകർക്കാൻ കഴിയാത്തവനായിരിക്കുകയും ചെയ്യുക എന്നതാണ്. അതാണ് യഥാർത്ഥ മോൺസ്റ്റർ. അതാണ് യഥാർത്ഥ ലീഡർ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നും പുതിയ എന്തെങ്കിലും പഠിച്ചെന്നും കരുതുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് മറ്റു മികച്ച കണ്ടന്റ്